കൽപ്പാത്തി തേരുത്സവം അതിൻ്റെ ആദ്യ ദിനമാണിന്ന്. തേര് വലിക്കാനായി ഭക്തർ വിശ്വാസികളുടെ നീണ്ട നിര തയ്യാറായി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അതിൻ്റെ അവസാന മണിക്കൂറുകളിലും തേരുകളെ ഒരുക്കുന്നതിൽ വളരെ തിരക്കേറിയ ജോലികൾ പുരോഗമിക്കുന്നതാണ്. ഇന്നിപ്പോൾ ആ തേര് വലിക്കുന്ന ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടക്കമുള്ളവരാണ് കൽപ്പാത്തി വിശ്വനാഥൻ്റെ പ്രതീകമായ ആ തേരുകളെ വലിക്കുന്നത്. അഗ്രഹാര വീഥിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. കൽപ്പാത്തിക്കപ്പുറം പാലക്കാടും അല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്ന് വരെ ആളുകൾ കൽപ്പാത്തിയിലെ രഥോത്സവം കാണാൻ എത്താറുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ നമ്മളോട് ഈ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ച വേളയിൽ കൽപ്പാത്തിക്കാർ പലരും സംസാരിച്ചതാണ്. കാരണം രഥോത്സവം പ്രമാണിച്ച് എന്തായാലും ലീവ് എടുത്തിരുന്നു. അങ്ങനെ വോട്ട് ചെയ്യാമെന്ന് കരുതി വന്ന കുറേ പേരുണ്ട്. അവർക്ക് പക്ഷേ ലീവ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ കുറച്ച് വോട്ടുകൾ ഒരുപക്ഷെ പാഴാകുമെന്നാണ്. അപ്പോൾ ആരാണ് നമുക്കൊപ്പം? അക്ഷയാണോ? അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ നമ്മുടെ റിപ്പോർട്ടർമാർ ഉടൻ തന്നെ ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ആ മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൽപ്പാത്തിയിൽ നിന്നുള്ള അഗ്രഹാര വീഥിയിലേക്ക് ഒരു ഭക്തരുടെ ഒഴുക്കാണ്. അക്ഷയ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അക്ഷയ, കഴിഞ്ഞ കുറച്ച് ദിവസമായി കൽപ്പാത്തിയിൽ ചുറ്റിക്കറങ്ങുകയാണ്. ഇന്ന് അവിടുത്തെ ആളുകളുടെ വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. എങ്ങനെയാണ് ഈ അനുഷ്ഠാനം ക്രമം കൂടി ഒന്ന് പറയുക? എങ്ങനെയാണ് തിരക്ക്? ദിവിഷ, കാത്തിരുന്ന ദിവസം എന്തായാലും എത്തിച്ചേരുകയാണ്. ഇന്ന് ആദ്യ തേരുത്സവമാണ്. നമ്മൾ രാവിലെ കണ്ടു. രാവിലെ പൂജയ്ക്ക് ശേഷം ഇന്നത്തെ ഒരു ഉത്സവം എന്ന് പറയുന്നത് കല്യാണ മഹോത്സവം എന്നാണ് ഇവർ തന്നെ പറയുന്നത്. കല്യാണോത്സവം, ശിവന്റെയും പാർവതിയുടെയും കല്യാണത്തിന് സമാനമായ ചടങ്ങുകൾ നടക്കുന്നു. അതിനുശേഷം ആദ്യം ഈ 3 തേരുകളും വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള ഈ 3 തേരുകളും മുന്നോട്ട് വന്ന് പകുതി വരെ 15 വീടുകൾ കഴിയുന്നിടത്ത് അഗ്രഹാരത്ത് വന്ന് നിൽക്കുന്നു. വീണ്ടും ആ തേരുകൾ 3 ഇപ്പോൾ വീണ്ടും യാത്ര തുടരുകയാണ്. തേര് വലിക്കുകയാണ് ഭക്തർ ഒന്നു ചേർന്ന്. അപാലവൃദ്ധം ആളുകളും സ്ത്രീകളും കുട്ടികളും പ്രായമായവരും എല്ലാവരും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. ഇനി ഇത് നേരെ എതിർവശത്തായിട്ടുള്ളത് മന്ദക്കര ഗണപതി ക്ഷേത്രമാണ്. അവിടേക്കാണ് വിളിച്ചേ. ഇവിടെ അവർക്ക് വിളിച്ചു കൊടുക്കുന്നു, അതവരെ ഏറ്റുവിളിക്കുന്നു. ഈ തേരുകളെല്ലാം ഇനി ഇവിടെ ചെന്ന് ഇവിടെ എത്തിയ ശേഷം ഈ ചെറിയ തേര് മാത്രം തിരിക്കും, ബാക്കിയൊക്കെ ദൈവത്തിനെ തിരിച്ചു വെക്കും. അതെ, അതിനുശേഷം ആദ്യം ശിവന്റെ തേര് ആദ്യം പോകും, ബാക്കിൽ ഗണപതി തേര് പോകും, ഇത് തേര് മൂന്നാമത്തെ ആയിട്ട് ഇത് പോകും. ഇനിയുള്ള ചടങ്ങുകൾ എങ്ങനെയാ? ഇനിയുള്ള ചടങ്ങ് എങ്ങനെയാ? ചടങ്ങുകൾ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നിന്ന് വലിച്ചിട്ട് അച്ചമ്പടി പറഞ്ഞിട്ടുണ്ട്. അവിടെ അവസാനം ഇന്നത്തെ രഥപ്രയാണം അവിടെ അവസാനിക്കും. കൽപ്പാത്തിയിലെ അച്ചമ്പടി പറഞ്ഞിട്ടുണ്ട്, അവിടെയാണ് രഥപ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. രഥങ്ങൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ മന്ദക്കര ഗണപതിയുടെ ക്ഷേത്രമാണ്. ഏറ്റവും ഒടുവിലായിട്ടുണ്ടായ ക്ഷേത്രം കൂടിയാണിത്. ഈ കൽപ്പാത്തിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ, അഗ്നിബാധകൾ, ആ തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ റിപ്പോർട്ട് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ ശിവകോപമാണ് എന്ന് കരുതിയെടുത്ത് നിന്നും അങ്ങനെ പ്രശ്നമൊക്കെ വെച്ച് നോക്കുകയും ആ തരത്തിൽ മനസ്സിലാവുകയും ചെയ്തതിന് ശേഷമായിരുന്നു പിന്നീട് ശിവന്റെ പ്രീതിക്കായി, ശിവകോപം ഇല്ലാതാക്കി ശിവന്റെ പ്രീതിക്കായിട്ട് ശിവപുത്രനെ തന്നെ, ഗണപതിയെ തന്നെ പുതിയ പ്രതിഷ്ഠ വയ്ക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ 4 ക്ഷേത്രങ്ങളാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമാകുന്നത് പ്രധാനമായും. അങ്ങനെയാണ് ഏറ്റവും ഒടുവിലായിട്ട് കൽപ്പാത്തി ഈ അഗ്രഹാര വീതിയിൽ ഈ ഗ്രാമത്തിൽ സ്ഥാപിച്ച ക്ഷേത്രം കൂടിയാണ് ഈ മന്ദക്കര ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ തേരുകൾ വന്നെത്തി നിൽക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആളുകളൊക്കെ എന്ന് പറയുന്നത് വലിയ കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പിന്റെ ആദ്യ ദിവസം വലിയ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുകയാണ് ദിവിഷ്. ഇവിടെ കുഞ്ഞു കുട്ടികളുടെ വരെ ആവേശം നമ്മൾ കേൾക്കുകയും ചെയ്യുകയാണ്. അവരെ ഏറ്റുവിളിക്കുന്നതും ഒക്കെ ആ തരത്തിലാണ്, വലിയ ആഘോഷത്തോടെ കൂടി. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണ? വളരെ മനോഹരമായിരുന്നു. എല്ലാ വർഷവും പോലെ അതിനേക്കാൾ കുറച്ചുകൂടി ഗംഭീരമായിരുന്നു ഇപ്രാവശ്യത്തെ കൽപ്പാത്തി രഥോത്സവം. ഇനി 1-2-3 ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നുള്ളൂ. അതിനെ ഓരോ ദിവസവും വ്യത്യസ്തമായ. നേരത്തെ പാട്ട് പാടുന്നതിന്റെ ശബ്ദ മനോഹാരിത കേട്ടിട്ടാണ് ഞാൻ ചേട്ടൻ ശ്രദ്ധിച്ചത്. രണ്ടുപേരായാലോ?
അഷ്ടമി രോഹിണി നാളിൽ ഞാൻ കണ്ണനെ കണി കാണാൻ കാത്തു നിന്നു. അർച്ചന പൂക്കളുമായി ഞാൻ അർച്ചനയ്ക്കായി നിൻ സന്നിധിയിൽ പൂന്താനം പാടിയ ശ്രീകൃഷ്ണലീല മനസ്സിൽ ഭക്തിയുടെ നർത്തനമാടി. പൂന്താനം പാടിയ ശ്രീകൃഷ്ണലീല മനസ്സിൽ ഭക്തിയുടെ നർത്തനമാടി. ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എങ്ങനെയാണ് ഇവരൊക്കെ ആ ഭക്തിയുടെ നിറവിൽ തന്നെയാണ് എല്ലാ ആളുകളും ഉള്ളത്. ഭക്തിയും ഒപ്പം തന്നെ ഒത്തുചേരലും പല ഇടങ്ങളിലുള്ള ആളുകളൊക്കെയും ഒരുമിച്ച് ചേരുന്ന ഒരു നല്ല മുഹൂർത്തം അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങൾ കൂടിയാണ് ഈ 10 ദിവസം എന്ന് പറയുന്നത്. ഇന്ന് നാളെ മറ്റന്നാൾ അതാണ് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് ഇവരുടെ ആവേശമൊക്കെ എത്തിച്ചേരുന്നത്. അപ്പം അതിൻ്റെ ഒരു വലിയ ആവേശത്തിലൊക്കെയാണ് നമുക്ക് ഇത് അവിടെ തേര് വലിക്കാൻ കുട്ടികളും എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണ? നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ 2 തേരുകൾ കൂടി ഇങ്ങോട്ട് വരില്ലേ? അതെ, എല്ലാ 3 തേരും കൂടെ അവിടെ വരും. എന്നിട്ട് തിരിച്ച് നമ്മുടെ കച്ചടി തെരുവ് പറയും, അവിടെ കൊണ്ടുപോയി നിർത്തും. അത് കഴിഞ്ഞിട്ട് നാളെ 2ാം തേര്. അപ്പോൾ വൈകിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ചാത്തപുരം ഗ്രാമം അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് ലക്ഷ്മി നാരായണ പെരുമാൾ അമ്പലത്തിൽ കൊണ്ട് നിർത്തും. ഇവിടെ നാളെ തേര് ഈ അമ്പലത്തിൽ. ആളുകളൊക്കെയും ഭക്തിയോടുകൂടി ദൈവത്തിന്റെ ഭക്തിനാമങ്ങൾ ജപിക്കുന്നൊക്കെ നമുക്ക് കേൾക്കാം. ആ മന്ത്രങ്ങളൊക്കെയാണ് ഇവിടെ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികൾ അല്ലാത്ത ആളുകളൊക്കെ എങ്ങനെയുണ്ട് ഇത്തവണ? வெற்றிவேல் முருகனுக்கு, வெற்றிவேல் முருகனுக்கு, வெற்றிவேல் முருகனுக்கு, வெற்றிவேல் முருகனுக்கு, வெற்றிவேல் മുരുകനുക്ക്, വെற்றிവേൽ മുരുകനുക്ക്. ഈ തേരിനകത്ത് നമുക്കൊരു കുഞ്ഞു കുട്ടിയെ കൂടി കാണാം. ഇതൊക്കെ ഓരോ ആചാരത്തിന്റെ ഭാഗം കൂടിയാണ്. ഇത് ആദ്യ തേര് ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി മറ്റ് 2 തേരുകൾ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവര് 2 കൈയായിട്ട് ഇവിടെ 2 ഇങ്ങനെ വടം വലിച്ച് തേര് വലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പുറകിലുള്ളതാണ് കുറച്ചുകൂടി വലിയ തേരുകൾ എന്ന് പറയുന്നത്. ആ തേരുകൾ കൂടിയാണ് ഇനി ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഒപ്പം തന്നെ ആളുകളൊക്കെയും ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയും ചെയ്യുന്നുണ്ട്. പല ദേശത്തു നിന്നുള്ള ആളുകൾ, സഞ്ചാരികളൊക്കെ വരുന്നുണ്ട്. അതിനിടയിലാണ് ഇവിടെ കച്ചവടമൊക്കെ നല്ല രീതി. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ഇത് കാണാൻ എങ്ങനെയുണ്ട് ഇത്തവണ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഇനി നാളെ തൊട്ട് പറയാൻ, നാളെ തന്നെ പറയാൻ പറ്റും. നാളത്തെ നാളെയും മറ്റന്നാളെയും ഉണ്ട്. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഇത്രയും വ്യത്യാസമുണ്ട് ആ തേരുമായിട്ട്. ആ തേരും ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. ഇതൊരു വീടുകൾ കണക്കാക്കിക്കൊണ്ട്, വീടുകളുടെ എണ്ണം കണക്കാക്കിക്കൊണ്ടാണ് തേരുകൾ നീങ്ങി പോകുകയും ചെയ്യുന്നത്. 15 വീടുകൾക്ക് ഇപ്പുറത്തേക്ക്, അഗ്രഹാരത്തിലുള്ള 15 വീടുകൾക്ക് ഇപ്പുറത്തേക്കായിരുന്നു ആദ്യം 3 തേരുകൾ ഇന്ന് രാവിലെ വലിച്ച് എത്തിച്ചത്. അത് അവിടെ ആനയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആളുകൾ ചേർന്ന് വലിക്കുക, അത് രഥമൊന്ന് തൊടുക തന്നെ ചെയ്യുന്നത്. അത്രമേൽ ഭക്തിയോടുകൂടിയാണ് ആളുകൾ കാണുന്നത്. അത്രമേൽ പ്രാർത്ഥനയോടെ ഇവിടെ അല്ലെങ്കിൽ കാത്തിരിപ്പോടെ ഒക്കെ വരുന്നതാണ്. ചേച്ചി എവിടുന്നാ? ഞങ്ങൾ തൃശ്ശൂരിന് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. രഥമൊക്കെ ഇനി മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ല, TV കണ്ടിട്ടുണ്ട്, അല്ലാതെ കണ്ടിട്ടില്ല. വലിക്കാൻ കൂടിയോ? സന്തോഷമായോ? തൃശ്ശൂർ എവിടുന്ന് എല്ലാരും? അയ്യന്തോളം വരാണ്. അവിടെ നിങ്ങൾക്ക് പുലികളിയും തൃശ്ശൂർ പൂരം ഒക്കെ ഉള്ളു, ഇതില്ലല്ലോ. എങ്ങനെയുണ്ട്? വടക്കുന്നാഥിന്റെ പണിയിൽ നിന്നാ. വടക്കുന്നാഥിന്റെ പണി വരും പവർ കുറച്ച് കൂടുതലാണ്. അതെ അതെ. എങ്ങനെയുണ്ട് കൽപ്പാത്തിയിൽ വന്നിട്ട്? വളരെ ഭംഗിയായി, ഇഷ്ടപ്പെട്ടു. സന്തോഷം. നല്ല രസമുള്ള പരിപാടികള്. എല്ലാരും ഹാപ്പിയായോ? ഹാപ്പി. എല്ലാവരുടെ മുഖത്ത് സന്തോഷമുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് ആണ് നിങ്ങൾ എല്ലാവരും? ഫ്രണ്ട്സ് ആയിട്ട് വന്നല്ലേ? എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട്. മക്കളൊക്കെ ഉണ്ടോ? അതോ അല്ല കൂടെ വന്നിട്ടുണ്ടോ? അമ്മോര് മാത്രം ട്രിപ്പായിട്ട് ഇറങ്ങിയതല്ലേ? ഒരേ സമയം ഭക്തിയാണ്, ഒപ്പം തന്നെ ഇവിടേക്ക് ആളുകൾ വരികയാണ്. അതിനൊക്കെ ആഘോഷത്തിലൂടെയാണ് അവർ സംസാരിക്കുന്നത്. കാരണം മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ചിരിയിൽ തന്നെ നമുക്ക് മനസ്സിലാവുകയാണ് എത്രത്തോളം സന്തോഷത്തിലാണ് അവരൊക്കെ ഉള്ളതെന്ന്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഉള്ളവരാണോ? ആദ്യമായിട്ടാണോ? 50 പേരുണ്ട്. 50 പേരുണ്ടോ? എവിടെ 50 പേര്? ആലുവ ശ്രീമൂലം യാത്രാവിന് ടാഗൊക്കെ ഇട്ടാണ് നിങ്ങൾ ഇറങ്ങിയത് എല്ലാവരും? മാറിപ്പോന്നോണ്ടാണോ? വരുന്ന
ആദ്യമായിട്ടാണോ? എന്താ ടാഗ് ഇട്ടിറങ്ങി എന്തുകൊണ്ടാ? അതിനിടയ്ക്ക് ഒരു സെൽഫി എടുക്കുന്ന കൂടിയാണ്. ഇത് അടുത്ത തേര് വരുന്നുണ്ട് കേട്ടോ. അടുത്ത തേര് കൂടി ഇതാ കടന്നു വരികയാണ്. അത് കുഞ്ഞു കുട്ടികൾ വരെ. മോളുടെ പേരെന്താ? ആദ്യമായിട്ടാണോ വലിക്കുന്നേ? ഇവിടെ തന്നെയാണോ? സ്മാർട്ടാണ് ആ കുട്ടി ചോദിക്കുന്നത്. അടുത്ത തേരും ഇവിടെ അഗ്രഹാര വീഥിയിലോടുകൂടി പ്രയാണം ആരംഭിക്കുകയാണ്. അടുത്ത തേരും ഉരുളുകയാണ്. ഈ തേരും മുന്നോട്ട് പോകും. ഇതും മന്തക്കര ഗണപതിയുടെ മുൻപിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ രഥപ്രയാണത്തിന്, കൽപ്പാത്തി രഥോത്സവത്തിന്റെ രഥപ്രയാണത്തിന് തുടക്കമാവുകയാണ്. AD 1425 സ്ഥാപിച്ച ക്ഷേത്രം എന്നുള്ളതാണ് വിശ്വാസം. ഇത്രയും കാലമായിട്ടും വളരെ 7 നൂറ്റാണ്ടിനിപ്പുറമായിട്ടും അത് ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജനവിഭാഗം കൂടിയാണ്. കേരളത്തിലേക്ക് ആദ്യത്തെ തമിഴ് ബ്രാഹ്മണരുടെ കുടിയേറ്റം നടക്കുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ അവര് ഇത്രയും കാലമായിട്ട് ക്ഷേത്രത്തിന്റെ സാമ്യമാണ്. അതുകൊണ്ടാണ് കാശിയുടെ പാതിയാണ് കൽപ്പാത്തി എന്ന് പറയുന്നത്. പരമേശ്വരന്റെ സകലദിനനാഥനായ പരമേശ്വരന്റെ വിവിധ ഭാവങ്ങളെ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ വിവിധ ഭാവങ്ങളെ അനുഷ്ഠാനത്തിലൂടെ പൂജിക്കുന്ന ഇടമാണ്. ഒപ്പം തന്നെ സുബ്രഹ്മണ്യനും എല്ലാവരുമുണ്ട്, ലക്ഷ്മി നാരായണനും ഒക്കെ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. ഗണപതിക്ക് വളരെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയുള്ള അമ്പലമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കുറേയേറെ അമ്പലങ്ങൾ ചേർന്ന ഒരു വലിയ സംസ്കാരത്തിന്റെ ഒരു ആഘോഷ ചിത്രമാണ് ഇന്നു മുതൽ കുറച്ച് ദിവസം നമ്മൾ കാണാനിരിക്കുന്നത്. നമുക്ക്